ISL 10ാം സീസൺ വീണ്ടും ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം പുനരാരംഭിക്കുകയാണ്. നവംബർ 25 ശനിയാഴ്ച. അന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തട്ടകത്തിൽ വെച്ച് ഹൈദരാബാദ് FCയെ നേരിടും. ഇരു ടീമുകളും നേർക്കുനേർ ഏറ്റുമുട്ടിയത് വെച്ച് നോക്കുകയാണെങ്കിൽ നേട്ടം ഹൈദരാബാദ് FCക്ക് തന്നെയാണ്. പ്രധാനമായും 2021 ISL ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തകർത്ത് കിരീടം നേടിയത് തന്നെ. എന്നാൽ 2021 കിരീടം നേടുകയും 2022 സെമി ഫൈനൽ കളിക്കുകയും ചെയ്ത ഹൈദരാബാദ് FCയെ അല്ല ഈ സീസണിൽ കാണാൻ സാധിക്കുന്നത്. 6 മത്സരങ്ങൾ കളിച്ച ഹൈദരാബാദ് FCക്ക് ഇതുവരെയും ഒരു മത്സരങ്ങൾ പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ല. ടീമിനെ കിരീടത്തിലേക്ക് നയിച്ച ഹെഡ് കോച്ച് മനോലോ മാർക്യൂസ് ഹൈദരാബാദ് FC വിട്ട് ഗോവ FCയിലേക്ക് ചേർന്നതിൽ പിന്നെ ടീമിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നിരുന്നാലും തികച്ചും ദുർബലമായി കാണാൻ സാധിക്കില്ല ഹൈദരാബാദ് FCയെ. ശക്തരായ മുംബൈ FCയെയും ബംഗളൂരു FCയെയും സമനിലയിൽ തളച്ച കരുത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിൽ അവർ ഇറങ്ങുന്നത്. നിലവിൽ ഹൈദരാബാദ് FCയുടെ പ്രകടനം വെച്ച് ബ്ലാസ്റ്റേഴ്സിന് വലിയ തലവേദന ആകില്ല എന്ന് കരുതുമ്പോഴും പരിക്കുകളും വിലക്കുകളുമായി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ആരൊക്കെ ഉണ്ടാകും എന്നത് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മുന്നേറ്റ നിരയിൽ എന്തായാലും കഴിഞ്ഞ കളിയിൽ റെഡ് കാർഡ് വാങ്ങിയ ദിമിത്രിയോസ് ഉണ്ടാകില്ല. അതിനു പകരം ഇന്ത്യൻ സ്ട്രൈക്കർ ഇഷാൻ പണ്ഡിത ആദ്യ 11-ൽ ഉണ്ടാകുമെന്നതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇവാൻ ആശാന്റെ പ്ലാൻ എന്താണെന്ന് ഇതുവരെയും വ്യക്തമല്ല. പ്രതിരോധ നിരയിൽ 3 മത്സരങ്ങളിലെ വിലക്കുകൾ കഴിഞ്ഞ് പ്രബീർ ദാസും മിലോസും തിരിച്ചെത്തുന്നതോടെ ആദ്യ 11-ൽ ഇവരും ഉണ്ടാകും. വിദേശ പ്രതിരോധ താരമായ ലെസ്കോവിച്ച് പരിക്കുമാറി തിരിച്ചെത്തിയെങ്കിലും ഹൈദരാബാദ് FCയുമായുള്ള മത്സരത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല. മികച്ച പ്രകടനം നടത്തുന്ന മിലോസ് തന്നെയായിരിക്കും ടീമിനൊപ്പം ഇറങ്ങുക. എന്തായാലും ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് അവസരങ്ങൾ നൽകിയുള്ള ഒരു പരീക്ഷണം തന്നെയാകും ഇവാൻ ആശാൻ ഹൈദരാബാദ് FCക്കെതിരെ നടത്തുക എന്നത് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഹൈദരാബാദ് FCയുമായുള്ള മത്സരത്തിന് ശേഷം വരുന്ന മത്സരങ്ങളിൽ ദിമിത്രിയോസ് കൂടി എത്തുന്നതോടെ ടീമിലെ വിദേശ താരങ്ങളുടെ എണ്ണം കൂടും. അതിനാൽ തന്നെ മുന്നേറ്റ നിരയിൽ ഇന്ത്യൻ താരങ്ങൾ തിളങ്ങിയാൽ പ്രതിരോധ നിരയിൽ മികച്ച വിദേശ താരങ്ങളായ മിലോസിനെയും ലെസ്കോവിച്ചിനെയും ഒരുമിച്ചിറക്കാൻ സാധിക്കും. അതിനാൽ ഹൈദരാബാദ് FCക്കെതിരെയും ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് 4-4-2 എന്ന ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഇറങ്ങുക. അങ്ങനെ വരുമ്പോൾ മുന്നേറ്റ നിരയിൽ ഇഷാൻ പണ്ഡിത പെപ്ര കോമ്പിനേഷൻ ആകും കാണാൻ സാധിക്കുക. മധ്യനിരയിൽ അഡ്രിയാൻ ലൂണ, ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹനൻ, ഡൈസൂക്ക സക്കായി എന്നിവർ തന്നെയാകും ഇറങ്ങുക. ഇനി പ്രതിരോധ നിരയിൽ പ്രബീർ ദാസ്, മിലോസ്, പ്രീതം കോട്ടൽ എന്നിവരോടൊപ്പം സന്ദീപ് സിംഗ് ആയിരിക്കും ഇറങ്ങുക. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.